ഒരു രക്ഷയില്ല. അപാര് ലെങ്ത്തും അപാര് വീതിയും. അത് റോയൽ കരീബിൻ്റെ പോലെയാണ് അവർ ചെയ്തേക്കുന്നത്. ഇതാണ് ഇവരുടെ ബാൽക്കണി വരുന്നത്. ഗസ്റ്റ് കുറവാണ്, എന്നാലും ആ രീതിക്കാണ് അവർ ചെയ്തത്. കുറച്ച് പേരാണ് ബാൽക്കണിയിലൊക്കെ നിൽക്കുന്നത്. നല്ല സൈസ് കാണും. സൈഡിലൊക്കെ കുറച്ച് പേരാണ് നിൽക്കുന്നത്. നല്ല തണുപ്പ് ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്. എല്ലാവരും റെസ്റ്റോറൻറ്റ് ഭാഗത്താണ്. ഇതവരുടെ റെസ്റ്റോറൻറ്റ് സെക്ഷനൊക്കെ വരുന്നത്. അവരുടെ ടോപ്പ് ഓപ്പൺ ഡെക്ക്. അപ്പുറത്ത് വേറൊരെണ്ണം കിടപ്പുണ്ട്. അതാണ് അവരുടെ പുതിയ കപ്പൽ, MSC വേൾഡ് യൂറോപ്പ. ഇത് MSC ഓർക്കസ്ട്ര. ഇത് MSC ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ ഷിപ്പാണ്. അതിൻ്റെ ബ്രിഡ്ജ് വരുന്നത് ആ ഭാഗത്താണ്. MSC ഓർക്കസ്ട്ര അത് കുറച്ച് ഫ്രണ്ടിലാണ്. നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കാം അവസ്ഥ എങ്ങനെയാണ്. ഇതാണ് സംഭവം. MSC എൻ്റെ നീളം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ജാതി സാധനമൊന്നും. നല്ല ലെങ്തി. ഇതവരുടെ പൈലറ്റ് ബോട്ട് ബോർഡർ പെട്രോളാണ്. അവിടെ വേറൊരു ഷിപ്പ് കൂടെ വരാനുണ്ട്. അതിൻ്റെ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇതാണ് അവരുടെ പുതിയ കപ്പൽ MSC വേൾഡ് യൂറോപ്പ. അത് കുറച്ച് അപ്പർ സൈഡിലാണ് കിടക്കുന്നത്. അതൊരു സൈസ് സാധനമാണത്. ആണ് MSC ക്രൂസ് ഷിപ്പ്. ഇതിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോബ് കിട്ടും. അവർക്ക് ആൾക്കാരെ ഇഷ്ടംപോലെ ആൾക്കാർ വേണം. കപ്പലിൻ്റെ സൈസ് തന്നെ കണ്ടില്ലേ, ആ മാതിരി നീളമാണ് കപ്പൽ. ഇതിലേക്ക് കയറാനായിട്ട് സിമ്പിളാണ്. MSC കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അടിക്കുക. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക. സിമ്പിളായിട്ട് പ്രോസസ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഓൺ ബോർഡ് എത്താൻ പറ്റും. കപ്പൽ നീളം തന്നെ കണ്ടില്ലേ, ഇമാതിരി നീളമാണ്. ഇതുപോലെ അവരൊരു 10-15 കപ്പലുണ്ട്. ആ സൈഡിൽ ക്രൂ നിൽക്കണ കാണാൻ പറ്റും. കണ്ടില്ലേ അവിടെ ആ സൈഡിൽ നിൽക്കണത്, ഗ്ലാസിൻ്റെ പറ്റത്. റെസ്റ്റോറൻറ്റ് വെയിറ്റർമാരാണ് നിൽക്കുന്നത്. ബോർഡർ പെട്രോൾ നല്ല സ്ട്രിക്റ്റ് ആണ്. ഇത് ഇറ്റലിയുടെ മെയിൻ പോർട്ടാണ്, ജനോവ.